നമസ്കാരം. മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം. നടി റിനി. ഏത് നടി? ഏത് സിനിമയിൽ അഭിനയിച്ച നടി? കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് റിനി എന്ന പേര്. റിനി ഏത് സിനിമയിൽ അഭിനയിച്ചു എന്നും റിനി ആരാണ് എന്നും ചോദിക്കുന്നവർ നിരവധിയായിരുന്നു. എന്തായാലും ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളതെന്നും റിനി ഇപ്പോൾ എങ്ങനെയാണ് ഫേമസ് ആയത് എന്നൊക്കെയുള്ള കമന്റുകളും അതുപോലെ തന്നെ വാർത്തകളും ഇതിനു മുമ്പ് തന്നെ വന്നിരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപ കമന്റുകൾക്കെതിരെയും സൈബർ അറ്റാക്കുകൾക്കെതിരെയും റിനി പോലീസ് കേസുമായി മുന്നോട്ട് പോവുകയാണ്. റിനിയെ അപകീർത്തിപരമായി ഇടുന്ന കമന്റുകൾ, റിനിയെ അപകീർത്തിപരമായി വിളിക്കുന്ന മറ്റ് പദപ്രയോഗങ്ങൾ, ഇവയ്ക്കെതിരെയെല്ലാം കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് റിനി എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ഒരു കേസ് അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. എന്തായാലും വി.ഡി. സതീശനാണ് റിനിയുടെ അതായത് അച്ഛന്റെ സ്ഥാനത്ത്, അദ്ദേഹത്തെ ഞാൻ എന്റെ അച്ഛനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെ കേക്കച്ഛൻ എന്നാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ഒരു പോസ്റ്റാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നുമില്ല, ആ പോസ്റ്റ് ഇതാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന നടിയായിട്ടും എന്തുകൊണ്ടായിരിക്കും പക്രുച്ചേട്ടൻ റിനിയെ മൈൻഡ് ചെയ്യാതിരുന്നത്? ഇപ്പോൾ ഇതാണ് നിങ്ങൾ ഈ കണ്ട പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെതിരെ ഏകദേശം 2000-ൽ പരം കമന്റുകളാണ് വന്നിരിക്കുന്നത്. 475ഓളം ഷെയറുകളും ഈ ഒരു പോസ്റ്റിൽ ലഭിച്ചിട്ടുണ്ട്. ഈ 2000-ഓളം കമന്റുകളിലും പ്രധാനമായി പറയുന്നത് പക്രുച്ചേട്ടൻ കുടുംബവുമായി ജീവിക്കുന്ന വ്യക്തിയാണ്, പക്രുച്ചേട്ടന് അറിയാം കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന്, പക്രുച്ചേട്ടൻ സിനിമാ നടനാണെങ്കിലും തിരക്കുകൾ ഉണ്ടെങ്കിലും പത്രം ഡെയിലി വായിക്കുന്ന വ്യക്തിയാണ്, വാർത്തകൾ കാണുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരുടത്ത് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി അറിയാമെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഇനി എന്തും ആയിക്കോട്ടെ, റിനി എന്ന് പറയുന്ന നടി തന്റെ അഭിപ്രായം പറയുകയുണ്ടായിരുന്നു. പക്ഷേ ആ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരെടുത്ത് ഒരിടത്തും റിനി പറഞ്ഞിട്ടില്ല. ഹൂ കെയേഴ്സ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നത് എന്നുള്ളതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്കുള്ള ഒളിയമ്പാണെന്ന് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ ക്രൈംബ്രാഞ്ച് റിനിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ റിനിക്ക് ഈ ഒരു വിഷയവുമായി മുന്നോട്ട് പോകാൻ യാതൊരുവിധ താല്പര്യവും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ റിനിയെ പരാതിക്കാരിയായിട്ട് ചേർക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോകണമെന്ന നിയമോപദേശത്തിൽ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് റിനിയെ സാക്ഷിയാക്കാം, റിനിയുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ തന്നെ സാക്ഷി നൽകിയ തെളിവുകളാക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ റിനിയുടെ കയ്യിലുള്ള തെളിവുകളൊന്നും തന്നെ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കുടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന ശക്തമായ തെളിവുകളൊന്നും തന്നെ അല്ലയും താനും. എന്തായാലും ഈ ഒരു പോസ്റ്റിന് താരെ രൂക്ഷമായ വിമർശനങ്ങളാണ് വരുന്നത്. അതിൽ ചെറിയ ചെറിയ കമന്റുകൾ നമുക്കൊന്ന് നോക്കാം. പക്രുച്ചേട്ടന്റെ തലക്കനമല്ലിത്, തിരിച്ചറിവാണത്രേ എന്നാണ് ഒരാൾ പറയുന്നത്. പക്രുച്ചേട്ടന്റെ പേടിയുണ്ടാകും, വല്ല പീഡന കേസിലും പെടുത്തിയാൽ വളരെ സമാധാനത്തോടെയും ഒത്തൊരുമയോടുകൂടി പോകുന്ന പക്രുവിന്റെ കുടുംബം കുട്ടിച്ചോറാവില്ലേ? എന്തിനാ വേലിയെ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെക്കുന്നത്? മൈൻഡ് ചെയ്താൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് എങ്ങാനും കൊടുത്താലോ? മിണ്ടിയാൽ പെട്ടു. കള്ളക്കേസ് കൊടുക്കും. പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി പ്രവർത്തകൻ എങ്ങനെയാണെങ്കിലും അതോടെ തീരും. വേലയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെക്കരുത് എന്ന് അദ്ദേഹത്തിന്റെ അമ്മ പഠിപ്പിച്ച ബാലപാഠം മറക്കാത്തത് കൊണ്ടായിരിക്കാമെന്നും പറയുന്നു. അയ്യോ, ആ പാവം ജീവിച്ചു പൊയ്ക്കോട്ടെ, ഇതുവരെ ആ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, ഇനി ആരും ഉണ്ടാകാതിരുന്നാൽ മതി, പക്രുവിനെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറയുന്നവരുണ്ട്. നേരെ മറിച്ച് അവരെയാണ് ഇതുപോലെ ആ കുട്ടി അവഗണിച്ചത് എങ്കിൽ ഇവിടെ എന്തൊക്കെ കമന്റ് വന്നേനെ എന്ന് പിന്തുണച്ചുകൊണ്ട് നിരവധി കമന്റുകൾ വരുന്നുണ്ട്. അതായത് ശരിയാണ്, പക്രുച്ചേട്ടനെ സിനിമയിൽ നിന്ന് തന്നെ ഒഴിവാക്കണം, കേരളത്തിലെ നമ്പർ 1 നടിയോടാണ് ഈ പണി നടത്തിയത് എന്നടക്കമുള്ള കമന്റുകളും വരുന്നുണ്ട്. ഒരു പാവം കുട്ടി, മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ ഓരോ പാഴ്ജന്മങ്ങൾ, നാളെ പക്രുച്ചേട്ടൻ അടുത്തിരുത്തി പീഡിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ വയ്യ എന്ന് പറയുന്നവർ നിരവധിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും രൂക്ഷമായ കമന്റുകൾ വരുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ നല്ല PR വർക്ക് നടക്കുന്നുണ്ട്. 2-3 ദിവസം കൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല റീച്ചുമുണ്ട്. കേറി വാടാ മോനെ, തിരിച്ചു വരണം, എങ്ങനെ പോകുന്നു പോസ്റ്റുകൾ. അതിന്റെ ഏറ്റവും താഴെ കണ്ട ഡയലോഗാണ് ഹഠാത് ആകർഷിച്ചത്. തിരിച്ചു വരും, നവീകരിക്കേണ്ടതുണ്ടെങ്കിൽ നവീകരിച്ചു തന്നെ. ലാറ്റക്സ് അലർജി ഉണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഇനി അക്കാര്യത്തിലൊക്കെ നവീകരിക്കുമെന്നാണെന്ന് തോന്നുന്നു PR ടീം ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു കമന്റ് ഉദ്ദേശിച്ചത് നമുക്ക് അറിയാമല്ലോ. എന്തായാലും
നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പറയുന്ന റിനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിനി ഒരു പക്ഷെ തനിക്കുണ്ടായ ഈ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ അന്ന് റിനിയെ പിന്തുണച്ചുകൊണ്ട് അനവധി ആളുകളാണ് വന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ശക്തമായ ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ റിനിയെ പിന്തുണച്ചുകൊണ്ട് നിരവധി മലയാളികൾ വരുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല, ഒന്നടങ്കം വരുമായിരുന്നു. എന്നാൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള കേസ് കൂടുതൽ മുറുകിയപ്പോൾ, ആരോപണങ്ങൾ കൂടുതലായി ശക്തമായി വന്നപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യത്തിനെല്ലാം ഈ ചേച്ചിക്ക് ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ ഇതാ മലക്കം മറിഞ്ഞിരിക്കുന്നത്. കാരണം തനിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനായിരുന്നു ഈ കൊട്ടിക്കലാശമൊക്കെ നടത്തിയത്? മാത്രമല്ല ഇതിനുശേഷം നമ്മൾ സമൂഹ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിനി എവിടെ പോയാലും ക്യാമറകളുണ്ട്. റിനി എവിടെ പോയാലും പിന്നാലെ മാധ്യമപ്പട നിരന്നു വരും, ചോദ്യങ്ങൾ ചോദിക്കും. റിനി പോകുന്ന ഒരു പരിപാടിയിൽ, റിനി പങ്കെടുക്കുന്ന പരിപാടിയിൽ അത്യാവശ്യം ക്യാമറ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഇതായിരുന്നോ ഇവർക്ക് വേണ്ടിയിരുന്നത്? കാരണം കഴിഞ്ഞ കുറെ നാളുകളെ നടി എന്ന് പറഞ്ഞതല്ലാതെ ഒരു TV-കാരനോ ഒരു ഓൺലൈൻ ചാനലോ ഇവരുടെ പിന്നാലെ പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു വിവാദം വന്നതിന് പിന്നാലെ ഇവരുടെ പിന്നാലെ വെച്ച് പിടിക്കുന്നതാണ് മാധ്യമങ്ങൾ പിന്നാലെ വെച്ച് പിടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ വിളിക്കുന്ന ഇനാഗുറേഷൻ പരിപാടികൾ, ഇവരെ പങ്കെടുപ്പിക്കുന്ന പല പരിപാടികളും നാട്ടിൽ നടക്കുന്നുണ്ട്. അതും മീഡിയ അറ്റൻഷന് വേണ്ടി മാത്രമാണ് എന്ന് പറയാം. എന്തായാലും എന്ത് തന്നെ ആയാലും, എന്ത് മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ടായിരുന്നാലും, എന്ത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നാലും, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇങ്ങനെ കടന്നാക്രമിക്കുമ്പോൾ തനിക്ക് അത്തരത്തിൽ മോശം അനുഭവം ഉണ്ടെങ്കിൽ ശക്തമായ തെളിവുകളുമായി മുന്നോട്ട് പോകണം. പിന്നെ എന്തിനാണ് റിനി പരാതിക്കാരിയായി മുന്നോട്ട് പോകാൻ മടിക്കുന്നത്, പേടിക്കുന്നത്?